ഇന്നത്തെ സുവിശേഷത്തില് സ്നാപയോനൻ ഈശോയെ കണ്ടിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുകയാണ്. സ്നാപയോനന്റെ ശിഷ്യന്മാർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ വരുന്നവൻ ലോകത്തിന്റെ പാപങ്ങളിൽ നീക്കുന്ന ദൈവത്തിന്റെ ഒരു ദൂതനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അത് പറയാനായിട്ടുള്ള കാരണം ഇന്നത്തെ സുവിശേഷത്തില് അതിന് ഒരു സ്ട്രെസ് കൊടുക്കുന്നത് ഈശോ ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വരുന്നവനാണെന്നുള്ളതാണ്. ഇന്നത്തെ ലേഖനവാദിലെ യാക്കോബസിലെ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ നിങ്ങളുടെ പാപങ്ങൾ എടുത്തു കളയും, അല്ലെങ്കിൽ ഈശോയ്ക്ക് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. ഇന്നത്തെ വചനഭാഗങ്ങൾ ചുരുക്കത്തിൽ ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ ആകപ്പാടെ പാപങ്ങൾ മോചിക്കാനായിട്ട് അധികാരമുള്ളത് ആർക്ക് മാത്രമാണ്? അത് ഈശോയ്ക്ക് മാത്രമാണ്. വേറെ ഒരു സംവിധാനത്തിനും ആ പാപം മോചിക്കാനുള്ള ഒരു അധികാരമില്ല. അതങ്ങനെ തന്നെയാണ്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങള് ഈശോയ്ക്ക് സമർപ്പിച്ച് പാപമോചനത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് എല്ലാവർക്കും പാപമോചനം നേടിയെടുക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.